രാജ്യാന്തര ചലച്ചിത്രമേള അവസാനിച്ചെങ്കിലും അക്കാദമിയിലെ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല, വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ചലച്ചിത്ര അക്കാദമിയിലെ അംഗങ്ങൾ നടത്തിയ സമാന്തര യോഗത്തിൽ കുക്കു പരമേശ്വരൻ പങ്കെടുത്തില്ലെന്ന രഞ്ജിത്തിന്റെ വാദം തെറ്റ്. കുക്കു പരമേശ്വരനും സോഹൻ സീനുലാലും ഓൺലൈനിൽ യോഗത്തിൽ പങ്കെടുത്തതായി മിനിറ്റ്സ്. സമാന്തര യോഗത്തിന്റെ മിനിറ്റ്സ് മീഡിയ വണ്ണിന് കിട്ടി. കുക്കു പരമേശ്വരനെ അപമാനിച്ച താൽക്കാലിക ജീവനക്കാരിക്ക് എതിരെ സമാന്തര യോഗം നടപടി ആവശ്യപ്പെട്ടു. കുക്കു പരമേശ്വരൻ യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന രഞ്ജിത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. അതൊക്കെയാണ് തെറ്റിദ്ധാരണ പടർത്തുന്ന വാർത്തകളെന്ന് പറഞ്ഞത്. കുക്കു പരമേശ്വരൻ 84 എൻ്റെ സുഹൃത്താണ്. കുക്കു ഇതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം സജീവമായി നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നു. കുക്കുവിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുക്കുവിനെ നീ പോയി അറസ്റ്റ് ചെയ്യും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കിടയിലുണ്ട്. നീ എറണാകുളത്ത് പോ, ഇവിടെ കിടന്ന് വല്ലാതെ കിടന്ന് ഓടണ്ട, വീട്ടിൽ പോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ബന്ധവും ഞങ്ങൾക്കിടയിലുണ്ട്. അതാണ് സെക്രട്ടറി വളരെ വിശദമായി പറയുന്നത്. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്ന കുറേ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ സീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, കുക്കുവിനോട് നീ വീട്ടിൽ പോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട്. അങ്ങനെ ഒരു യോഗത്തിൽ കുക്കു പങ്കെടുത്തില്ല എന്നാണ് ഇന്നലെ അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. ഈ രഞ്ജിത്തിന്റെ പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെ മനോജ് ഖാന അടക്കമുള്ളവർ സമാന്തര യോഗത്തിൽ പങ്കെടുത്ത മറ്റ് അക്കാദമി അംഗങ്ങൾ രഞ്ജിത്ത് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് ഉറപ്പിക്കുന്ന തെളിവല്ലേ ഈ മിനിറ്റ്സ്? രേഷ്മ, ഈ ചലച്ചിത്ര അക്കാദമിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജിത്ത് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കളവാണ്, തെറ്റാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. ഇന്നലെ സമാന്തര യോഗം ചേർന്നിരുന്നു. അതിന്റെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ മീഡിയ വണ്ണിൽ കിട്ടിയിരിക്കുന്നത്. ഈ മിനിറ്റ്സ് പ്രകാരം കുക്കു പരമേശ്വരനും സോഹൻ സീനുലാലും ഈ വിമത യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഓൺലൈനായിട്ട് കുക്കു പരമേശ്വരൻ പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം ഇന്നലെ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞത് ഇങ്ങനൊരു വിമത യോഗം നടന്നിട്ടില്ല, അക്കാദമിയിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, വിമത യോഗം ചേർന്നിട്ടില്ല, കുക്കു പരമേശ്വരൻ പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. അത് തെറ്റായിട്ടുള്ള വാർത്തയാണ് എന്നുള്ള കാര്യമാണ് ഇന്നലെ രഞ്ജിത്ത് പറഞ്ഞത്. എന്നാൽ ഈ വിവരങ്ങൾ രഞ്ജിത്ത് പറഞ്ഞതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിമത യോഗത്തിൽ 15 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് 9 പേർ ഈ വിമത യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ സോഹൻ സീനുലാലും കുക്കു പരമേശ്വരനും ഓൺലൈനായിട്ടാണ് പങ്കെടുത്തിരിക്കുന്നത്. ആ വിവരങ്ങൾ കൃത്യമായിട്ട് ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുക്കു പരമേശ്വരനോട് മോശമായിട്ട് പെരുമാറിയ വനിതാ ജീവനക്കാർക്കെതിരെ നടപടി വേണം എന്നുള്ള കാര്യം ഈ വിമത യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളും ഈ മിനിറ്റ്സിന്റെ ഭാഗമായിട്ട് മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ജീവനക്കാർക്കെതിരെ നടപടി വേണം, ഇക്കാര്യങ്ങൾ സംവിധായകൻ രഞ്ജിത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും, രഞ്ജിത്തിന്റെ പ്രവർത്തനങ്ങൾ മാടമ്പി സ്വഭാവത്തിലുള്ളതാണ്, ഇതിനെതിരെ നടപടി വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 9 അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തു, വിമത യോഗം ചേർന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്ന മിനിറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഇതിനോട് രഞ്ജിത്തിന്റെ പ്രതികരണം എന്താവുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉയർത്തിരിഞ്ഞ വാർത്തകളിൽ അദ്ദേഹത്തോട് രഞ്ജിത്തിന്റെ പ്രതികരണം തേടുമ്പോൾ രഞ്ജിത്ത് പറഞ്ഞിരുന്നു അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനം സുഗമമായ രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് രഞ്ജിത്ത് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നുള്ള കാര്യങ്ങൾ ഈ വിമത യോഗവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രഞ്ജിത്തിനെതിരെ ഒരു കൂട്ടം ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വിവിധ ആളുകൾ, മനോജ് ഖാനെ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജിത്തിനെതിരെ രംഗത്ത് വന്നതാണ്. അപ്പോഴും ആ പ്രശ്നങ്ങളെ തള്ളിക്കളയുന്ന സ്വഭാവമാണ് രഞ്ജിത്ത്, അല്ലെങ്കിൽ ആ ഒരു നിലപാടാണ് രഞ്ജിത്ത് സ്വീകരിച്ചിരുന്നത്. എന്നാൽ രഞ്ജിത്തിന്റെ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഈ മിനിറ്റ്സിലൂടെ പുറത്തു വരുന്നത്. ഈ മിനിറ്റ്സ് പ്രകാരം ഈ വനിതാ ജീവനക്കാർക്കെതിരെ നടപടി വേണം, രഞ്ജിത്തിന്റെ കാര്യങ്ങൾ, രഞ്ജിത്തിനെതിരായ നീക്കങ്ങൾ ഓരോന്നും അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ യോഗത്തിൽ 9 പേർ പങ്കെടുത്തുവെന്ന് വളരെ വ്യക്തമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കുക്കു പരമേശ്വരൻ രഞ്ജിത്തിന്റെ അടുത്ത സുഹൃത്താണ് എന്ന് രഞ്ജിത്ത് തന്നെ പറയുന്നു. എന്ത് സ്വാതന്ത്ര്യത്തിലും കുക്കു പരമേശ്വരൻ എനിക്ക് പെരുമാറാം, ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നിൽക്കേണ്ട, എറണാകുളത്തേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറയാനുള്ള വളരെ വലിയ സൗഹൃദപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പെരുമാറ്റമാണ് അവർക്കിടയിലുള്ളത്. കുക്കു പരമേശ്വരൻ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് രഞ്ജിത്ത് പറയുമ്പോൾ അങ്ങനല്ല, കുക്കു പരമേശ്വരൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ മിനിറ്റ്സിലൂടെ പുറത്തുവരുന്നത്. രേഷ്മ.